സെബ്രോണിക്സ് എന്ന ബ്രാൻഡിൻ്റെ 3820A പ്രോ സ്മാർട്ട് സൗണ്ട് ബാറാണ്. 80 വാട്ട് RMS ഔട്ട്പുട്ടുള്ള ഒരു സൗണ്ട് ബാറാണ്. ARC അതുപോലെ ഒപ്റ്റിക്കൽ, ഓക്സ് എന്നീ ഔട്ട്പുട്ടുകളൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് റെഡ് ലൈറ്റ്, അതായത് സ്റ്റാൻഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും, റെഡ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. പവർ ഓൺ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ റെഡ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഫ്രണ്ടിലും ഇതേപോലെ ഫുൾ LED ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും. സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് PCB, അതായത് ബോർഡിൽ ഇരിക്കുന്ന ആ പോർഷൻ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. ഇത്തരത്തിൽ ഇതിൻ്റെ ബോർഡ് ഉള്ള പോർഷൻ നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇതിനകത്ത് പവർ സപ്ലൈയും അതുപോലെ ആമ്പിൻ്റെ സെക്ഷനൊക്കെ ഇൻക്ലൂഡഡ് ആണ്. സെപ്പറേറ്റ് വരുന്നത് സ്വിച്ച് പാഡിൻ്റെ മാത്രമാണ് ബോഡിക്കകത്ത് വരുന്നത്. അത് ടോപ്പ് സൈഡിലായിട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിനകത്തുള്ള കപ്പാസിറ്റീസ് എല്ലാം ബൾജ് ചെയ്തിട്ടുണ്ട്, ചിലത് പൊട്ടിപ്പോയിട്ടുണ്ട്. അത് പല കാരണം കൊണ്ട് വരാം. അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് റെക്ടിഫൈ ചെയ്യാം. എന്തെങ്കിലും വേറെ കമ്പോണൻ്റ് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ, മോസ്ഫെറ്റുകൾ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി എല്ലാം നമുക്ക് ഡിസ്കണക്ട് ചെയ്ത് ബോർഡ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. സോ എല്ലാ വയറുകളും നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. ഇത്തരത്തിലുള്ള സ്ട്രിപ്പ് കേബിളുകൾ റിമൂവ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് ചെറിയ ലോക്ക് വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ അത് റിമൂവ് ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള സ്ട്രിപ്പുകൾ ബ്രോക്കൺ ആയി കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത് ഫ്രണ്ട് പാനൽ അല്ലെങ്കിൽ സ്വിച്ച് പാഡിലോട്ടുള്ള കണക്ഷനാണ്. സോ അത് വളരെ കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്തെടുക്കുക. നിങ്ങൾക്കിവിടെ കാണാം, ഒരു കപ്പാസിറ്ററിൻ്റെ ഇന്നർ സൈഡിലുള്ള ക്യാപ്പുകളെല്ലാം റിമൂവ് ആയി വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കപ്പാസിറ്ററും ബൾജായിട്ടുണ്ട്. മെയിൻ ഫിൽറ്റർ ഒഴിച്ച് ഒരുവിധം എല്ലാ കപ്പാസിറ്റേഴ്സും ബൾജായിട്ടുണ്ട്. സോ നമുക്കതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അതിനു മുമ്പ് നമുക്കിതൊന്ന് ഡബിൾ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ കപ്പാസിറ്ററിൻ്റെ ക്യാപ്പ് ഇതിനകത്തോട്ട് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഈ കപ്പാസിറ്റർ എല്ലാം മാറി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ബോർഡ് ഇതിന് അൺസ്ക്രൂ ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടത്, എന്നാൽ മാത്രമേ നമുക്ക് കപ്പാസിറ്റേഴ്സ് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് ഇത്തരത്തിൽ റീപ്ലേസ് ചെയ്യുമ്പോൾ, കൈ ഉപയോഗിച്ചത് റീപ്ലേസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റേഴ്സിന് ചാർജ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ ഷോക്ക് അടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം മാത്രം ഇത്തരത്തിൽ ബോർഡിൻ്റെ താഴ്വശത്ത് കൈകൊണ്ട് ഉപയോഗിച്ച് അത് റിമൂവ് ചെയ്യാം. ബോർഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ആൻറ്റിന സോൾഡ് ചെയ്തിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതൊരിക്കലും നമ്മൾ ആ ക്ലിപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റിമൂവ് ചെയ്യരുത്. കാരണം അത് പിന്നീട് ലൂസാവാനും കണക്ഷൻ പ്രോപ്പറായിട്ട് കിട്ടാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തുള്ള കമ്പോണന്റുകൾ എന്തെങ്കിലും ബേണായി പോയിട്ടുണ്ടോ, എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഡബിൾ ചെക്ക് ചെയ്യണം. എല്ലാം ഒന്ന് കൺഫേം ആയതിനു ശേഷം മാത്രമേ ഈ കപ്പാസിറ്റേഴ്സ് മാറി ഓൺ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് മോസ്ഫെറ്റുകളും അതുപോലെ ബ്രിഡ്ജെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്.
അപ്പോൾ നമുക്ക് കപ്പാസിറ്റേഴ്സ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം. ഇവിടെ വരുന്നത് 35 വോൾട്ടിൻ്റെ 1000 mAh വരുന്ന 2 കപ്പാസിറ്റേഴ്സ് ബൾജായിട്ടുണ്ട് വലുത്. പിന്നീട് വരുന്നത് 35 വോൾട്ട് 220 mFD വരുന്ന 3 കപ്പാസിറ്റേഴ്സും ബൾജായിട്ടുണ്ട്. സോ നമുക്കത് വളരെ കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്തെടുക്കാം. ട്രാക്കൊന്നും ബ്രേക്ക് ആവാതെ റിമൂവ് ചെയ്തെടുക്കാം. ഇത്തരത്തിൽ ഗ്ലൂ ഉപയോഗിച്ചിട്ട് കപ്പാസിറ്റീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്തരത്തിൽ സൗണ്ട് ബാറുകൾ വർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് വൈബ്രേഷൻ വരാനും അത്തരത്തിൽ വൈബ്രേഷൻ വരുമ്പോൾ ആ PCB നിന്ന് അത് ഇളകി വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഗ്ലൂ ഉപയോഗിച്ചത് ബോർഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമുക്കത് നൈഫ് ഉപയോഗിച്ച് വേറെ കമ്പോണൻസ് ഒന്നും ഫെയിലിയർ ആവാതെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് കപ്പാസിറ്റീസ് എല്ലാം തന്നെ വളരെ കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്തെടുക്കാം. കപ്പാസിറ്ററുകൾ റിമൂവ് ചെയ്യുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. എവിടുത്തെ ഏതൊക്കെ വാല്യൂ ഏതൊക്കെ പൊസിഷനിലാണെന്ന് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ അത് രണ്ടാമത് പുതിയ കപ്പാസിറ്റർ അവിടെ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. ഇത്തരത്തിൽ കപ്പാസിറ്ററുകൾ ബൾജാവാനും ബ്ലാസ്റ്റ് ആവാനൊക്കെ ഒരു റീസൺ വരുന്നത് AC കറണ്ട് വരുന്നതുകൊണ്ട് അത്തരത്തിൽ ബൾജായി വരാം. കുറേ നാൾ യൂസ് ചെയ്തുകൊണ്ടും ഇത്തരത്തിൽ ബൾജിങ് വരാം. ഇവിടെ വന്നിരിക്കുന്നത് ICകളോ അല്ലെങ്കിൽ മോസ്ഫെറ്റുകളോ ഷോർട്ട് ആയതുകൊണ്ടല്ല, കുറേ നാൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇത്തരത്തിൽ ബൾജാവാനുള്ള കാരണം. സോ അത് മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്ത് ഇത് ഓക്കെ എന്ന് നമുക്ക് നോക്കാം. റീസോൾഡിങ് ഗണ്ണ് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കപ്പാസിറ്റർ പ്ലേസ് ചെയ്യുന്ന ലെഡെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഓരോന്നും വളരെ കെയർഫുള്ളായിട്ട് തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാം. അത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. കാരണം പൊളാരിറ്റി ഒരിക്കലും മാറാതെ നെഗറ്റീവ് സൈഡിലും പോസിറ്റീവ് സൈഡിൽ തന്നെ ഫിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കപ്പാസിറ്ററുകളെ റീപ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തരത്തിൽ കപ്പാസിറ്റർ ലെഗുകളെല്ലാം തന്നെ കറക്റ്റ് ലെങ്ത്തിൽ തന്നെ ആയിരിക്കും ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ട് തന്നെ കട്ട് ചെയ്യുക. ചില ബോർഡുകളിലെ താഴെ പ്ലേറ്റ് പ്ലാസ്റ്റിക് അല്ല വേറെ ഏതെങ്കിലും മെറ്റലാണെങ്കിൽ അതിനകത്തോട്ട് ടച്ചായി ആ കമ്പോണൻറ്റ് ഫെയിലർ ആവാനൊക്കെ സാധ്യതയുണ്ട്. സോ ഇവിടെ ആ പ്രശ്നമില്ല. എങ്കിലും നിങ്ങൾ വേറെ ഏതെങ്കിലും കപ്പാസിറ്ററൊക്കെ റീപ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ലെഗ് ഒരിക്കലും ഒരുപാട് ലെങ്തി ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് കാണാം അതിൻ്റെ ഒറിജിനലുള്ള അതേ ലെങ്ത്തിൽ തന്നെയാണ് നമ്മളത് കട്ട് ചെയ്തിട്ട് പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ PCBയുടെ താഴ്വശം സോൾവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ആ ലെഡ് ഒരിക്കലും വേറൊരു കമ്പോണൻസോട്ടോ അല്ലെങ്കിൽ ICക്കകത്തോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ടോ അത് ഡ്രോപ്പായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ബോൾസായിട്ടോ എവിടെയും സ്റ്റിക്ക് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. കാരണം അത്തരത്തിൽ അത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ICകൾ ഡാമേജ് ആവാനും അത് പിന്നീട് വലിയൊരു പ്രശ്നത്തിലോട്ട് പോകാനും കാരണമാകും. സോ അത് വളരെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമ്മൾ സോൾവ് ചെയ്തതിന് ശേഷം IPയോ അല്ലെങ്കിൽ ടിന്നറോ ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന ഫ്ലക്സുകളെല്ലാം റിമൂവ് ചെയ്ത് മാറ്റുക. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ചെയ്യുമ്പോൾ ഈ ലെഡുകളെല്ലാം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം പോകാനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യും. ഇവിടെ നമ്മൾ 35 വോൾട്ട് 1000 mAhൻ്റെ കപ്പാസിറ്റർ തൽക്കാലം ഒരെണ്ണം വേറൊരു ബോർഡിൽ നിന്ന് എടുത്തിട്ടതാണ്. കാരണം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നോക്കുന്നതാണ്. അത് കൺഫേം ആയതിനു ശേഷം നമ്മൾ പുതുതായിട്ട് തന്നെ മാറിയിടും. അങ്ങനെ മാറിയിടുന്നതിനൊപ്പം തന്നെ ആ കപ്പാസിറ്റർ എല്ലാം തന്നെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ബോർഡുമായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത്തരത്തിൽ സ്റ്റിക്ക് ചെയ്തില്ല എങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആ കപ്പാസിറ്റർ PCB നിന്ന് റിമൂവ് ആയി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് റിസ്ക് എടുക്കരുത്. അത് എന്തായാലും മസ്റ്റായിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റബ്ബർ ഗ്ലൂ ഉപയോഗിച്ചോ അത് അറ്റാച്ച് ചെയ്യുക. നമുക്ക് എന്തായാലും ബോർഡിൽ നിന്ന് റീഫിക്സ് ചെയ്ത് കണക്ഷൻസ് എല്ലാം ഒന്ന് കൊടുത്ത് നോക്കി ഓൺ ചെയ്ത് നോക്കാം. ഫ്രണ്ട് പാനൽ അല്ലെങ്കിൽ സ്വിച്ചിലോട്ടുള്ള ഇത്തരത്തിലുള്ള സ്ട്രിപ്പുകൾ കണക്ട് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കാത്ത ഒരിക്കലും മടങ്ങി പോവാതെ വളരെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കെയർഫുള്ളായിട്ട് തന്നെ സമയം എടുത്ത് തന്നെ അത് റീഫിക്സ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ട്യൂസർ ഉപയോഗിച്ചാണ്. അപ്പോൾ നമ്മളത് ഷാർപ്പായിട്ടുള്ളത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതിന് ഹോള് വരാതിരിക്കാനും അല്ലെങ്കിൽ ക്രാക്ക് ആവാതിരിക്കാനും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ആദ്യം ആ റെഡ് ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ മാത്രമായിരുന്നു ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. സോ നമുക്കിതൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഇൻപുട്ട് കൊടുത്തൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. 35 വോൾട്ട് 1000 mAhൻ്റെ 2 കപ്പാസിറ്റർ നമ്മൾ തൽക്കാലം വേറൊരു PCB നിന്ന് എടുത്തിട്ടാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. നമ്മൾ അത് റീഫിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പുതുതായിട്ടിട്ട് അത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം മാത്രം അത് ക്ലോസ് ചെയ്യുക. Sometimes you just feel tired, you feel weak, but when you feel weak, you feel like you want to just give up.
വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മ്യൂസിക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.